അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ രണ്ടാമതായി നട്ട നമ്മുടെ തക്കാളി ചെടിയൊക്കെ അതാ പൂവിടാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ പൂവിടാറായ സമയത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതാ ഞാനിവിടെ ഉണങ്ങിയ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ ചാരവും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഇത് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുമെന്ന് നോക്കാം. നമ്മൾ ചെടിയുടെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കി കൊടുക്കുക. വേരൊന്ന് പൊട്ടിപ്പോവാതെ വേണം മണ്ണ് ഇളക്കാൻ. എന്നിട്ട് നമുക്ക് ചുറ്റുഭാഗവും 2-3 പിടി വെച്ച് ഈ ചാരവും അതുപോലെ തന്നെ ചാണകവും വേപ്പിൻ പിണ്ണാക്കും കലർത്തിയ ഈ വളക്കൂട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ സാധാ പൊട്ടി മിക്സ് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിൽ ഇതുപോലെ വളവും മണ്ണും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളും ഉണ്ടാവുന്നതാണ്. ഇപ്പം നല്ല ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ കരിയില കൊണ്ട് പുതയിട്ട് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇത് കണ്ടോ, നിറയെ തക്കാളി കായ്ച്ചിട്ടുണ്ട് ഇതിലൊക്കെ.